ആരാവും ആ ഭാവി താരം? ഓരോ ഫിഫ ലോകകപ്പിലും ആരാധകരും ഫുട്ബോൾ പണ്ഡിതരും കാത്തിരിക്കുന്ന ഒരു പേരുണ്ടാകും. മെക്സിക്കോയും അമേരിക്കയും കാനഡയും വേദിയൊരുക്കുന്ന 2026 ലോകകപ്പിൽ ആരാകും യങ് സെൻസേഷൻ? ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഉറപ്പിച്ചു പറയുന്ന ഒരു പേര് ഒരു അർജന്റീനൻ താരത്തിൻ്റെതാണ്, നിക്കോ പാസ്. 21 വയസ്സ് മാത്രമുള്ളൊരു ഇടംകാലൻ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ, ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്നും പറയാം. 2024 രാജ്യാന്തര അരങ്ങേറ്റം നടത്തിയ 6 അടി 1 ഇഞ്ചുകാരൻ, പരമ്പരാഗത നമ്പർ 10 സമവാക്യങ്ങളെ പൊളിച്ചെടുത്തുന്ന താരം, ആക്രമണം മുതൽ പ്രതിരോധം വരെ പ്രതിഭയുടെ മരതകക്കനി. 2026 ഫിഫ ലോകകപ്പ് തീരുമ്പോൾ ലിയോണൽ മെസ്സിയുടെ പിൻഗാമിയെന്ന് ഫുട്ബോൾ ലോകം വാഴ്ത്തിയേക്കും നിക്കോ പാസിനെ. ജന്മം കൊണ്ട് സ്പെയിൻകാരൻ, ജനനം സാന്റാക്രൂസിൽ, സ്പാനിഷ് ക്ലബ് റയൽ മാഡ്രിഡിന്റെ മുൻ യൂത്ത് സീനിയർ താരം, റയലിനായി ലാലീഗയിലും ചാമ്പ്യൻസ് ലീഗിലും കളിച്ച പരിചയം. ദേശീയ കുപ്പായത്തിൽ സ്പെയിനിനും അർജന്റീനയ്ക്കും വേണ്ടി കളിക്കാൻ യോഗ്യതയുണ്ട് നിക്കോ പാസിന്. എന്നാൽ നിക്കോ പാസ് തെരഞ്ഞെടുത്തത് പിതാവിന്റെ പാതിയിൽ അർജന്റീനയുടെ വിഖ്യാതമായ നീലക്കുപ്പായം. ഈ ലോകകപ്പിന് മുമ്പ് നിക്കോ പാസ് വാർത്തകളിൽ ഇടം പിടിക്കാൻ കാരണങ്ങളേറെയുണ്ട്. ഇറ്റാലിയൻ ലീഗിൽ കോമോയ്ക്കായി ഇക്കഴിഞ്ഞ സീസണിൽ പുറത്തെടുത്ത മികവാണ് ആരാധകർക്ക് ലോകകപ്പിൽ നിക്കോ പാസിന്റെ ഗ്യാരണ്ടി. നിക്കോ പാസ് ഇപ്പോൾ കളിക്കുന്ന കോമോ 1907 എന്നത് വലിയ പ്രചാരമുള്ള ഫുട്ബോൾ ക്ലബ്ബൊന്നുമല്ല. ഇറ്റലിയിലെ ഒരു സാധാരണ ക്ലബ്. മുഖ്യ പരിശീലകനായ ഇതിഹാസ താരം സെസ് ഫാബ്രിഗസ് ആണ് ടീമിനെ പുതുക്കിപ്പണിതത്. 2023-24 സീസണിലൊടുവിൽ സിരിയയിലേക്ക് 21 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കോമോയ്ക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചു. അതേ വർഷം റയലിൽ നിന്ന് കോമോയിലേക്ക് ഒരു സമ്മാനം പോലെ നിക്കോ പാസ് എത്തി. ആദ്യ സീസണിൽ തന്നെ 6 ഗോളും 9 അസിസ്റ്റന്റുകളും, മികച്ച അണ്ടർ 23 താരത്തിനുള്ള പുരസ്കാരം, സിരിയ ടീം ഓഫ് ദി സീസണിലെ 23 പേരുടെ പട്ടികയിലും ഇടം. 2025-26 സീസണിൽ നിക്കോ പാസിനെ തേടി കോമോയുടെ നമ്പർ 10 കുപ്പായമെത്തി. പിന്നെ കണ്ടത് പ്രതിഭയുടെ അടിഞ്ഞാട്ടം. സിരിയയിൽ ഇക്കഴിഞ്ഞ സീസണിൽ 35 മത്സരങ്ങൾ, അതിൽ 12 ഗോളുകളും 6 അസിസ്റ്റുകളും. സീസണിലുടനീളം കോമോയുടെ എഞ്ചിനായി നിക്കോ പാസ്. സാക്ഷാൽ യുവന്റസിനെ വരെ അട്ടിമറിച്ച് കോമോ സീസണിൽ കുതിച്ചു. സിരിയയിൽ ആദ്യ 4-ൽ ഫിനിഷ് ചെയ്തു. ചരിത്രത്തിലാദ്യമായി കോമോ ക്ലബ് ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടുമ്പോൾ നിക്കോ പാസ് ആയിരുന്നു ടീമിന്റെ സ്റ്റാർ. സിരിയയിലെ മികച്ച മധ്യനിര താരത്തിനുള്ള പുരസ്കാരം അങ്ങനെ നിക്കോ പാസിനെ തേടിയെത്തി. പ്രതിഭാ ധാരാളിത്തമുള്ള കളിക്കാരനാണ് നിക്കോ പാസ്. മധ്യനിരയിൽ കളി നിയന്ത്രിക്കുന്നതിൽ ടോണി ക്രൂസിനോട് പലരും താരതമ്യം ചെയ്യുന്ന താരം. ഒരു മിഡ്ഫീൽഡർക്ക് വേണ്ട അസാധ്യമായ വിഷനും ക്രിയേറ്റിവിറ്റിയുമൊപ്പം ആക്രമണോത്സുകതയും ചേർന്ന റയർ ബ്രീഡ്. ഡ്രിബ്ലിങ്ങിലും വേഗത്തിലും 22-കാരനായ നിക്കോ പാസ് പുലർത്തുന്നത് അസാധ്യ മികവ്. ടാക്കിളിങ്ങിലും ഡിഫൻസിലുമുള്ള കെളി വൈഭവവും ശ്രദ്ധേയം. പാസിംഗിലെ കൃത്യത, ബോക്സിനടുത്ത് സൃഷ്ടിക്കുന്ന അപകട സാധ്യത, ടൈറ്റ് സ്പേസിൽ അവസരങ്ങൾ സൃഷ്ടിക്കൽ, സെറ്റ് പീസുകളിലെ അഗ്രഗണ്യത, ഗ്രൗണ്ട് ബോളുകളിലും ഏരിയൽ ബോളുകളിലും ഒരുപോലെ മെയ്വഴക്കം, അങ്ങനെ പ്രത്യേകതകൾ ഏറെയുണ്ട് നിക്കോ പാസിന്. 2022 ഖത്തറിൽ കഴിഞ്ഞ ഫിഫ ലോകകപ്പ് നടക്കുമ്പോൾ നാം കണ്ടതാണ്. യുവത്വത്തിന്റെ പ്രസരിപ്പുമായി ജൂലിയൻ ആൽവാരസും എൻസോ ഫെർണാണ്ടസും മാർക്ക് അലിസ്റ്ററുമെല്ലാം അർജന്റീനയ്ക്കായി കളം നിറഞ്ഞു. അതേ പ്രതീക്ഷയിലേക്കാണ് അർജന്റീനയുടെ നീലക്കുപ്പായത്തിൽ ഇക്കുറി നിക്കോ പാസ് എന്ന പേര് ഉയർന്നു കേൾക്കുന്നത്. അവസരങ്ങൾ ലഭിച്ചാൽ കപ്പ് നിലനിർത്താനിരിക്കുന്ന സ്കളോണി പടയ്ക്ക് ഗോളുകളിലേക്കും വിജയങ്ങളിലേക്കുമുള്ള പാസ് നീട്ടുക നിക്കോ പാസ് ആയേക്കും. മിക്കവാറും ലിയോണൽ മെസ്സിക്കുള്ള ഇമ്പാക്ട് സബായിട്ടായിരിക്കും നിക്കോ പാസിനെ ലയണൽ സ്കളോണി വിന്യസിക്കുക. മിഡ്ഫീൽഡർമാരായും സ്ട്രൈക്കർമാരായും 2022 ലോകകപ്പ് ഹീറോകൾ തുടരുമെന്നതിനാൽ ഉഗ്രൻ ഫോമിലെങ്കിലും നിക്കോ പാസ് സ്റ്റാർട്ടിംഗ് ലെവലിലെത്താനുള്ള സാധ്യതകൾ കുറവാണ്. അലക്സിസ് മാക്കലിസ്റ്റർ, റോഡ്രിഗോ ഡി പോൾ, എൻസോ ഫെർണാണ്ടസ് എന്നിവർ തന്നെയാകും മധ്യനിരയിൽ. ഫുട്ബോൾ ലോകകപ്പിന് ശേഷം നിക്കോ പാസ് കോമോ എഫ് സിയിൽ തുടരുമോ എന്ന ചോദ്യവും ഇപ്പോൾ സജീവം.